പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴക്കാലത്ത് മാത്രം പതഞ്ഞൊഴുകി ഹൃദയം കവരുന്ന കാഴ്ച സമ്മാനിക്കുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടമുണ്ട് കാസർഗോഡ് മാലോം ഭാഗത്ത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വിസ്മയ കാഴ്ചയൊരുക്കുന്ന കൊന്നക്കാട് മാലോം അച്ചൻകല്ല് വെള്ളച്ചാട്ടം കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. വടക്കൻ കേരളത്തിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തേടിയുള്ള യാത്രയിൽ നിർബന്ധമായും കാണേണ്ട ഒരു ഗ്രാമീണ ടൂറിസം കേന്ദ്രമാണ് കാസർഗോഡ് ബളാൽ പഞ്ചായത്തിലെ മാലോം അച്ചൻകല്ല് വെള്ളച്ചാട്ടം. മലമുകളിൽ മഴക്കാലത്ത് സജീവമാകുന്ന ഈ പ്രകൃതിദത്ത വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനും ധാരാളം സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. നാട്ടുകാരുടെ തന്നെ ഒരു ലഘുഭക്ഷണശാലയും വാഹനം നിർത്തിയിടാനുള്ള ഒരു ചെറിയ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ കടയെല്ലാം വെക്കേണ്ട സാഹചര്യം കിട്ടി. ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഉപജീവന മാർഗമായി. പിന്നെ അതിൻ്റെ ഇവിടെ വൃത്തിയാക്കലും പിടിക്കലും അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ സഹകരണം, പരിപൂർണ്ണ സഹായമുണ്ട്, പോലീസിൻ്റെ സഹകരണമുണ്ട്. പിന്നെ ഞാനിവിടെ ജനിച്ച് വളർന്നതും കൂടിയാണ്, പണ്ടേ അറിയുന്നതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നൊരു പാറയാണ്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കൊന്നക്കാട് മാലോത്താണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലവും ചുറ്റുപാടുമുള്ള പച്ചപ്പും സഞ്ചാരികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും വെള്ളച്ചാട്ടത്തെ പറ്റി അറിഞ്ഞ് ഇത് കാണാനെത്തുന്നവർ ധാരാളമാണ്. മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കൂടുമെങ്കിലും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ചിലപ്പോൾ വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. അറിഞ്ഞു വന്നതാണ് ഞങ്ങളിവിടെ. ഇങ്ങനെ അച്ചൻകല്ല് വെള്ളച്ചാട്ടം അങ്ങനെ ഇൻസ്റ്റയിലും വീഡിയോയിലൊക്കെ നല്ല വൈറലായിരുന്നു. അപ്പോൾ ഒന്ന് കാണണം തോന്നി, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. പിള്ളേരെല്ലാം കൂട്ടി വന്നു, അടിച്ചു പൊളിച്ചു. മലയോര മേഖലകളിലെ ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പും വിവിധ ഏജൻസികളും ചേർന്ന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇത്തരം ഗ്രാമീണ ഇടങ്ങളും മെച്ചപ്പെടും. മലയോര മേഖലയിലെ വിവിധ ടൂറിസം പദ്ധതികളുടെ വികസിപ്പിക്കലിന് തദ്ദേശ സ്ഥാപനങ്ങളും മുൻകൈയെടുക്കുന്നുണ്ട്. ഈ മേഖലയുടെ ഈ മേഖലയെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഈ പഞ്ചായത്ത് തന്നെ വിവിധ മേഖലകൾ ഇതേപോലെ കോട്ടാഞ്ചേരി ആണെങ്കിലും ഈ പറയുന്ന ചുള്ളി പ്രദേശത്തോട് ചേർന്നിട്ടുള്ള മരുതോൺ ഫോറസ്റ്റ് പ്രദേശത്തെ നല്ല പ്രദേശങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നേറ്റെടുക്കുന്നത്. അതിനിവിടുത്തെ ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ പ്രദേശവാസികളുടെ എല്ലാം സഹായം പഞ്ചായത്ത് ഏകോപിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിൽ വലയുന്ന കർഷകർക്ക് പുതിയ പ്രതീക്ഷ നൽകുകയാണ് പ്രാദേശികമായ വിനോദസഞ്ചാര സാധ്യതകളുടെ വിപുലീകരണം. പുതിയ പ്രാദേശിക ടൂറിസം ഇടങ്ങൾ കണ്ടെത്തിയാൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉൾപ്പെടെ തുറന്നു കിട്ടുകയും ഗ്രാമങ്ങളിലെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കാനുള്ള വഴിയൊരുങ്ങുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ ഗ്രാമീണ വെള്ളച്ചാട്ടങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്നതിൻ്റെ മാതൃകയാണ് ബളാൽ പഞ്ചായത്തിലെ അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാലനം. ഇതിൻ്റെ സംരക്ഷകരും നടത്തിപ്പുകാരുമൊക്കെ നാട്ടുകാരാണ്. അങ്ങനെ അവർ ഇത് സംരക്ഷിക്കുന്നു. കാസർഗോഡ് ബളാൽ പഞ്ചായത്തിലെ അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.